കറക്കിയും കൂത്തി, പക്ഷെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ക്ലിയർ ആണോ? ഒന്നും കൂടെ ക്ലീ ഒന്നും കൂടെ എഴുതി. കോളേജ് മാറാൻ നിൽക്കി, ഇപ്പോഴത്തെ കോളേജ് കൊള്ളൂല. നീയും പോവോ? എവിടെ പോവാനാന്ന്? റീനീറ്റിന് എൻ്റെ ടെലിഗ്രാമൊക്കെ ബാൻ ചെയ്തില്ല, എന്താവും എന്തോ. ജുഗ്രു റിക്രൂട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. മനസ്സിലായില്ല, ജുഗ്രു ഗ്യാങ്ങിലുണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണ് റിക്രൂട്ട്മെന്റ്. സജഷൻ ഉണ്ടോ? ഒരെണ്ണം സജസ്റ്റ് ഇപ്പൊ മുമ്പിരിക്കുക എനിക്ക് അയ്യേ. ജയൊന്നുമില്ല, പോടാ. പെക്കുസാൻ 40 FPS എന്ത് പേരാന്ന് വെച്ചു. നേരത്തെ കുറെ നാളായി കണ്ടിട്ടല്ലേ. അശ്വൽ കുറച്ച് പറ്റില്ലേ? എസൻസിനോട് സംസാരിച്ചു? ഇല്ലല്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ആകെ ഇട്ട ഒരു മെസ്സേജ് ഇതാണ്, അണ്ണൻ വന്നിട്ട് അവനെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കിയിട്ട് പറഞ്ഞു അവന് പണ്ടത്തെ ഞാൻ കളിക്കാൻ താല്പര്യം. ഇനി 2 മിനിറ്റ് ഇപ്പം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ട്, എടാ നീലനെ ഇറങ്ങി കേട്ടാ. ഇത്ര എനിക്ക് ഇട്ടിട്ടുള്ളൂ. എന്തിനാ ഇറങ്ങിയെന്നോ ഇറങ്ങുവാന്നെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. നീ ഹാപ്പി അല്ലേ? പിന്നെ മക്കെന്ത് വിഷമോ? എക്സർ C30 കിട്ടില്ലേ? എവിടെയിലൊക്കെ ആരെങ്കിലൊക്കെ കയറിട്ട് നോക്ക്, നമ്മളെന്തിനാ നോക്കുന്നത്? ഞാനും പോയി എക്സാം ഒറ്റയടിക്ക് നീ പറഞ്ഞതാ പോയാൽ അടിക്കുന്നടാ. നമ്മൾ ചിലരെ അങ്ങ് വിശ്വസിക്കും, മനസ്സിലായി? അവർ ഊമ്പിക്കുമ്പോൾ നമുക്ക് ശരിയാ എന്താന്ന് മനസ്സിലാവൂലേ? ഭീകര വിശ്വസിക്കരുന്ന്. നീ വന്നു സിറ്റി റീസ്റ്റാർട്ട് പോകാന്നോ? നീ പട്ടിത്തിട്ടൻ ചൂസ് റീസ്റ്റാർട്ട് പോവാ. ഞാൻ വന്നത് റീസ്റ്റാർട്ട് അല്ലേ, ഇപ്പൊ 14 മണിക്കൂറായിട്ട് കുലുക്കൊല്ലാണ്ടുന്ന സെർവറാണ്. ഞാൻ വന്നത് 5 മിനിറ്റ് റീസ്റ്റാർട്ട്. അയ്യോ. ജെ റോക്സ് ബ്രോ, താങ്ക് യു ഫോർ ദി 10 ഗിഫ്റ്റ്. താങ്ക് യു. എനിക്ക് നമ്മൾ അത്രേ ഉള്ളൂ. താങ്ക് യു ജെ റോക്സ് ബ്രോ. അശ്വൽ ബ്രോ എവിടെയാണ്? കാണാന്നില്ലല്ലേ? തേങ്ങാക്കൊല എന്ന് പറഞ്ഞൊരു സെർവർ ഉണ്ടാ ഡിസ്കോഡിൽ. നാട്ടുകാരെല്ലാം കുടുംബശ്രീ പോലെ ഇത് സംസാരിച്ച സെർവർ. അതിന് ലിങ്ക് മന്ദാരത്തിന് അയച്ചു കൊടുത്തത്. ഇങ്ങനെ സെർവർ ഉണ്ട് കേരളത്തിൽ, ഫുൾ ടൈം ആൾക്കാരാന്ന് പറഞ്ഞാണ്. ഒരു ദിവസം മുന്നേ ഇറങ്ങി. എടാ ഞാൻ പറഞ്ഞുതരാം. അത് എന്താന്ന് വെച്ചാല്, എനിക്കറിയായിരുന്നു ഇവൻ പോവാനായിട്ട് ഇവന്റെ ഡബിൾ മൈൻഡാന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു ഇവന്റെ കാര്യം, ഇങ്ങനെ ഡബിൾ മൈൻഡാന്ന്, എന്താന്ന് വെച്ചാൽ ആക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഈ പിറ്റേന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ സമയത്ത് പഠിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ അണ്ണ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു, എന്താ ഇവനെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കി, മനസ്സിലായി? ഞാൻ ഓക്കെ പോട്ടെ ഞാൻ പറഞ്ഞ് ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് നീലനെ ഇറങ്ങുവാന്ന് കേട്ടാ. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അത് കണക്ക് അവിടെ വെച്ച്. ഞാൻ എന്തോ ചേട്ടാ, എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞിട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചു. അവൻ ഇറങ്ങിയതിൻ്റെ റീസണോ ഒന്നും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായി? എന്താണ് സ്വന്തം ഇഷ്ടത്തിന് കയറി അല്ല, ഞാനൊക്കെ ഇറങ്ങി. എന്തേലാവട്ടെ. അവൻ ഏത് ഗ്യാങ്ങാകാൻ പോയത്? എടാ ഷെയ്ക്കിൻ്റെ ഗ്യാങ്ങിൽ ഇതാണെന്ന് അറിയത്തില്ലേ? ഇവര് സംഭവം അറിയും. ഇവരെല്ലാം കൂടെ എന്താണ് എൻ്റെ അവൻ പറഞ്ഞതൊന്നുമല്ല റീസൺ. ഇത് എൻ്റെ അടുത്ത് ബാക്കി ഉള്ളവർ പറഞ്ഞാൽ മനസ്സിലാവും. അവനോ KV എന്ന് ഇറങ്ങിയ ആൾക്കാരോ ഒന്നും ആയിട്ട് എനിക്കൊരു കമ്പനിയും ഇല്ല ഇപ്പം. ആകെ എത്തി മിണ്ടുന്ന ഓവനോട് മാത്രമാണ്. ഓവനോട് ഇപ്പം അത് അവർ വല്ലതും പറയുമ്പോഴത്തേക്ക് സംസാരിക്കത്തുള്ളൂ, അല്ലാണ്ട് അങ്ങോട്ട് വലിയ കമ്പനിയൊന്നുമില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ ദാമു അവിടെ കയറാൻ പോവാ. ഏതാ CR7 അല്ല RC7. അപ്പം അവൻ വിളിച്ചു പണ്ടത്തെ T47 എല്ലാവരെയും. അപ്പം ഇവനുണ്ടെങ്കിലേ കാര്യമുള്ളൂ, മനസ്സിലായി? ഏതൊരു ലൈനപ്പാന്നല്ല ഇവ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതാണ് ഇവനെ അവന്മാരെല്ലാം കൂടെ കിടന്ന് വിളിച്ച്. അപ്പോൾ ഇവനെന്തോ അത് ബെറ്ററായിട്ട് തോന്നി. കമ്പനി ഇവിടുത്തെ അറിയാലോ, ഇവിടെ അവൻ ആരായിട്ട് അങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല. എന്നോടാണെങ്കിൽ തന്നെ ഇവിടെ കയറിയ ശേഷമാണെങ്കിൽ പണ്ടത്തെ ആ T40 കളിച്ച ടൈമിലെ കമ്പനിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കയറിയിട്ട് എന്തായിരുന്നു, അവൻ ലൈവ് ഉള്ളപ്പോൾ മാത്രമേ കൂടുതൽ എന്നോട് സംസാരിച്ചിട്ടുള്ള അവൻ ലൈവ് ഉള്ളപ്പോഴാണ്. ആദ്യത്തെ ലൈവൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ കൂടെ എന്താണ് സംസാരിക്കുക, ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഓഫ്ലൈനിൽ ഇങ്ങനെ പണ്ടത്തെ കണക്ക് വലിയ കമ്പനിയൊന്നുമില്ല, സംസാരവും ഒന്നുമില്ലായിരുന്നു. അവൻ്റെ ആയിട്ടുള്ള സർക്കിളിലാണ്, അത് വിട്ട് അവന് വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നിട്ട് സെറ്റ് ആവത്തൂല. പിന്നെ അങ്ങനെ ഒരു പേരിനെ ഞാൻ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല. പിന്നെ പിടിച്ച് നിർത്താനായിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നെ വിളിച്ചില്ലേ, പിന്നെ T47 വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ ഇനി ഷെയ്ക്കിൻ്റെ കൂടെ മേടിക്കാൻ പോയാ.
ഇനിയിപ്പോൾ വെക്സർ അടി ഇപ്പം ഓപ്പോണൻ്റ് ആയിട്ട് വന്ന ആരെയായാലും നമ്മൾ അടിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ പർച്ചേസ് എൻ്റെ ഞാൻ വന്നിട്ട് ഇവൻ്റെ റിക്രൂട്ട്മെൻറ്റ് അന്ന് ഇൻസ്റ്റയിൽ ഒരു കമൻറ്റ് ഇട്ടായി ഒരു റീലിൻ്റെ അടിയിൽ പർച്ചേസ് ബെസ്റ്റസ്റ്റ് വൺ ഔട്ട് ദിയർ. ഇന്ന് വന്നിട്ട് ചങ്ങായിമാരൊക്കെ റിപ്ലൈ വന്ന് ഹൂ പർച്ചേസിനൊക്കെ മൈരി അടിക്കുകയാണെങ്കിൽ ചിരി വരുന്നത്. അയ്യോ നമുക്ക് സൗണ്ട് മാറിയില്ല എന്തൊറ്റി സൗണ്ട് മാറി. അത് എനിക്ക് തോന്നുന്നു ഇതിൽ ഗെയിൻ്റെ ഇത് മാറ്റിയിട്ടേ കജാക്ക് വന്ന് അവനെ അടിച്ചില്ലേ വട്ട്. എടാ ഇതിപ്പോൾ എനിക്ക് അയ്യാറിലോ ഓസീൻ അറിയാമെന്നില്ലാന്ന് പറഞ്ഞിട്ട് ഇൻ ഗെയിം ഒപ്പോണൻ്റ് ആയിട്ട് കളിക്കുമ്പോൾ എനിക്ക് ടീമിൽ അടിച്ചു കൊടുക്കാനാ അടിക്കാണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഗ്യാങ്ങാന്ന് വലുത്. ഞാൻ അടിക്കാരും എന്നാല് ഏട്ടാ ഹായ് ഹായ് വെൽക്കം മീറ്റിംഗ് ഫോർ PP ഓഫ് ചേച്ചി. എന്തേലൊക്കെ ആവട്ടെ, ആരും വന്നാലും അടിക്കും. അപ്പാപ്പൻ ഇനി ഒരാള് സജസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു മതിയായി. എടാ ഞാനാന്ന് സത്യം പറഞ്ഞാല് ഞാനാന്ന് ഇവൻ്റെ കാര്യം പോയി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് അവിടെ. അപ്പാപ്പൻ്റെ അടുത്തായാലും അണ്ണൻ്റെ അടുത്തായാലും ഞാനാന്ന് പോയിട്ട് പറയുന്നത്. എത്ര വിശ്വാസം ഉണ്ടായി അവൻ കയറിയാൽ പോകത്തില്ല എന്ന്. അവന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് അറിയാം T47 അടുത്ത്. അത് തന്നെയാണ് അവൻ്റെ മെയിൻ പ്രയോറിറ്റി. അത് തന്നെയാണ്. പക്ഷേ ഗ്യാങ് കയറിയാൽ പിന്നെ എന്താന്ന് ഇറങ്ങുന്നത് എങ്ങനെയാന്ന് അല്ല അങ്ങനെ വിചാരിച്ച് പോകത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ തെറ്റായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. ഇത് എന്താ പറയാ. വിവേക് ബ്രോ താങ്ക് യു ഫോർ ദി 1 ഗിഫ്റ്റ്. വിവേക് താങ്ക് യു ബ്രോ. ഇത്തിരി പറയാനൊന്നും അറിയത്തില്ല. പറഞ്ഞ ഞാൻ T47 എനിക്ക് T47 കളിച്ചപ്പോൾ തന്നെ കുറേ ഗ്യാങ്ങിന് ഇൻവിറ്റേഷൻ വന്നതാണ്. അവിടെ കയറിയ ആദ്യത്തെ ദിവസം തന്നെ ഇൻവിറ്റേഷൻ വന്നതാണ് കൊരങ്ങാമാരെ കൂട്ടത്തുനിന്ന്. മനസ്സിലായി. ഞാൻ കളി തുടങ്ങിയ ആദ്യത്തെ കയറുന്നതിന് മുന്നേ വന്നതാണ് സ്വർഗായത്ത് വെച്ച് കൊരങ്ങാമാരെയാണ്. ഞാൻ അവിടെ പോയിട്ടില്ല. അവർക്ക് വേണ്ടിയാണ് നിന്ന് T47. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന നല്ല ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് മാസം സേതു ബ്രോ വിളിച്ചായിരുന്നു. അതൊക്കെ കളി തുടങ്ങിയ ടൈമാണ്. എവിടെയും പോകാണ്ട് അവിടെ നിന്ന്. എന്നിട്ട് ഈ ഈഗിൾ ബ്രോ ആയിട്ട് കോൺടാക്ട് ഉണ്ടായി. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം മെസ്സേജ് അയക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞു ഇവിടെ ഇപ്പം കറക്റ്റ് TVS ലോട്ടില്ല, എനിക്ക് വരികയാണെങ്കിൽ എന്തായാലും പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം എനിക്ക് തോന്നും എവിടെ MRCയിൽ എന്നെ സജസ്റ്റ് ചെയ്ത്. അപ്പോൾ അവരിങ്ങനെ ഒന്ന് വിളിച്ച് ഞാൻ അപ്പോൾ പോയി താങ്ക് യു ഒക്കെ പറഞ്ഞു ഈഗിൾ ബ്രോ എടുത്ത്. എന്നിട്ട് എന്താണെന്നും ഈ ഒരു വട്ടമൊന്നുമല്ല. എന്നിട്ട് ഇവർ ഡെയിലി വിളിക്കുകയാണ്. അന്ന് T47 എന്ന് വെച്ചാൽ മറ്റേ ആളും ഇല്ല, വാറും എടുക്കൂല, ഭയങ്കര ഇന്നാക്റ്റീവ് ആയിരുന്ന ടൈമാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാർച്ച് ആ ടൈമാണ്. ആ ടൈമാണ് എനിക്ക് പറ്റിയത്. കളിച്ചിരുന്നിട്ട് വീട്ടിൽ ഭയങ്കര സീനായിരുന്നു. ഇങ്ങനെ എന്താ ഗെയിമിങ് നടക്കത്തില്ല, PC വരെ കൊടുക്കേണ്ട ഇതായി ഭയങ്കര സീനായിട്ട്. അപ്പം ഞാൻ എന്നിട്ടും അവിടെ നിന്നെയാണ് MRC പോവാണ്ട്. ഒന്ന് പൈസക്ക് വേണ്ടി പോയിരുന്നെങ്കിൽ ഒന്ന് MRC കയറിയാൽ മതിയായിരുന്നു. പിന്നെ ഇപ്പം കയറുമോ നിങ്ങൾ പറയുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്ത. അന്ന് കയറിയിട്ടില്ല, പിന്നെയാണ് ഇനി എപ്പോൾ കയറാൻ പോകുന്നത് അവിടെ. സെൽഫ് റിമൂവ് ഇട്ട ടൈം. സെൽഫ് റിമൂവ് ഇട്ടെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഇവൻ സത്യം പറഞ്ഞാൽ ഇവൻ ജാങ്കോ അസൻസിയോ 1 മാസം അടുപ്പിച്ച് ബ്രേക്ക് എടുത്ത്. അവൻ ഒന്നും പറയാണ്ടങ്ങ് പോയി. എന്നോടും അത് അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നും പറയാണ്ടവൻ എന്തോ സീനായിട്ട് പോയി. അപ്പം എനിക്ക് അവനില്ലെങ്കിൽ അവിടെ കളിക്കാനൊരു ഇതില്ല. മനസ്സിലായി. അവൻ ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അവിടെ കളിക്കാൻ. അപ്പം ഞാൻ സെൽഫ് റിമൂവ് ഇട്ട് ഇങ്ങനെ കുറേ പേര് ഇറങ്ങി. ഇത് സെൽഫ് റിമൂവ് ഇട്ട് നിന്ന് അപ്പോൾ ഇവരിങ്ങനെ MRCന്ന് കുറേ വട്ടം ഒന്ന് വിളിച്ചിട്ട് ഞാൻ എന്ത് പറയാനാണ്. എന്നിട്ട് എന്താണ് ഇവർ പറഞ്ഞ് ഡിസ്മാൻഡിലാണെങ്കിൽ പറഞ്ഞാൽ മതി, നീ എന്ന് പറഞ്ഞാലും നിനക്ക് ഇവിടെ സ്ലോട്ട് കാണും, ഞാൻ മാക്കൊക്കെ ഒന്ന് പറഞ്ഞാന്ന്. ഞാൻ കയറാണ്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കമ്മിറ്റ്മെൻറ്റ് കാണിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരു സമയമാകുമ്പോൾ എല്ലാവരും സ്വന്തം കാര്യം നോക്കി. അതിപ്പം അവന് മനസ്സിലാകത്തില്ല, അത് പിന്നെ മനസ്സിലാവും. അങ്ങനെ ഞാൻ പോയി അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട്, കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അണ്ണൻ അതിൻ്റെ ഒന്ന് വൈകിട്ട് എന്തോ ആയപ്പോഴത്തേക്ക് പറഞ്ഞു വെൽക്കം ടു TV എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കയറി. ഞാൻ കയറുന്നതിന് മുന്നും ചോദിക്കുന്നതിന് മുന്നേ എല്ലാം എൻ്റെ അടുത്ത് അസൻസിയുടെ അടുത്താണ് എല്ലാം സംസാരിച്ചത്. വേറെ ആൾ ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല.
എന്താ കയറുവാന്നോ, കുറച്ച് പ്രശ്നമുണ്ട്, എനിക്ക് കയറിയല്ല പറ്റുമല്ല അവൻ്റെ അടുത്താന്ന് പറഞ്ഞു. ഈ ചങ്ങായി ഇറങ്ങിയപ്പോൾ മറ്റേ പറയാണ്ട് ഇറങ്ങി എനിക്ക് ഭയങ്കര ബാഡായി. ഞാനെങ്കിൽ ചെറ്റ കാട്ടി കൂടുതൽ അശ്വൽ ബ്രോയ്ക്ക് ആയിരിക്കും ബാഡായത് പാവം. ആ, ആ, പിന്നെ എൻ്റെ അടുത്തുനിന്ന് ചോദിക്കാനത് ഞാൻ പോയൊന്നുമില്ല കേട്ടാ. എനിക്ക് പാൽപ്പായസം മറ്റേ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. അവിടെയൊക്കെ എത്ര നാളാന്നാ ഗ്യാങ് ഒക്കെ 2 മാസം ഓടിയാവും. അപ്പോഴത്തേക്ക് അതൊക്കെ കൂട്ടും. ആ, എന്താണിത് ഫുള്ള് ഇമോജിയാൽ എങ്ങനത്തെ ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തായാലും ഷോർട്ട് ലൈവ് ആണ്, കയറി ഇരിക്കാനൊന്നും ചെയ്യാൻ വിടാൻ മൂടില്ലായിരുന്നു. പിന്നെ ഈ മെസ്സേജ് തരണമെന്ന് ഇട്ടത് 2 ദിവസം ലൈവ് ഇട്ടാണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തെല്ലാന്ന് അവിടെ പോണോ ഇവിടെ പോണോ. ഇമോട്ടള്ളിയാണോ? ഇമോട്ടള്ളി മാറ്റിക്കോ. ഓക്സി ഉണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കയറട്ടെ. ആരെങ്കിലും എവിടെ കയറിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒന്ന് ഇവിടെ ഇവിടെ നിന്ന് ഒരു പ്ലെയർ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈനപ്പിനെ ഇവിടുത്തെ എന്തിനെ ഒന്ന് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? അവരെ കൂടെ കളിക്കണമെന്നുള്ള അവരെ എന്താണ് ആവശ്യമാണ്, ഇവിടുത്തെ ബാക്കിയുള്ളവരുടെ ആവശ്യമില്ല. അണ്ണൻ്റെ ലൈവ് വാച്ച് പാർട്ടി ആയിരിക്കും വെസ്റ്റ് റിക്രൂട്ട്സ് ആണെന്ന് പറഞ്ഞ് അറിയത്തില്ല. എൻ്റെ അപ്പാപ്പന് എടാ അവൻ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല. മനസ്സിലായി? അതാണ് അത്ര ആര് പോയാലും ശവൻ പോകുമെന്ന് വിചാരിച്ചില്ല. അവന് ആയിരിക്കും കമ്മിറ്റ്മെന്റ്. പക്ഷെ അവരുടെ അടുത്തായിരിക്കും ആണെന്നറിയാം. പക്ഷേ ഈ അണ്ടി ഗ്യാങ്ങിൽ പോയി കയറുമെന്ന് ഞാൻ അറിയില്ല. T47 മറ്റേ റീബിൽഡാന്ന് പറഞ്ഞാലും സഹിക്കായിരുന്നു. അയ്യോ, അയ്യ. നീ നമ്മളെ ഗ്യാങ്ങിനെ അല്ലെന്ന് എനിക്കൊരു ഇതേ മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടാണ് ഓനെ എടുക്കുന്നത്. ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഓനെ എടുക്കുന്നത്. എന്താന്ന് എന്നിട്ട് എന്നെ പറഞ്ഞിട്ട് ഗ്യാങ്ങിന് ചീത്തപ്പേരൊക്കെ കണക്കായി. ഓരോന്ന് കയറിയിട്ട് ഇറങ്ങി പോകുന്നൊക്കെ. RG7 ഓ പിന്നെ നാളെയാണ് റിക്രൂട്ട്മെന്റ്, ഞാൻ പോവുക, വരുന്ന. സൗണ്ട് ഇത്രയേ ഉള്ളൂ. നീ പോവൂലല്ലോടാ, നമുക്കൊരു ഷോക്ക് കൂടി വയ്യ. പൊന്നു മച്ചാൻ ഇത്ര നേരം പിന്നെ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞുതരാം. ഈ 5M കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം എൻ്റെ ഒരുപാട് ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് PP കളിക്കുന്ന പ്ലേയേഴ്സ്. ഇപ്പം എത്ര പണ്ണെന്ന് കളിക്കുന്ന പറഞ്ഞാലും PP ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആരുടെ നല്ല രീതിക്ക് ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ മിക്ക BP പ്ലേയേഴ്സ് അങ്ങനെ കളിക്കുന്ന എല്ലാവർക്കും TV എന്ന് പറയുന്ന ഒറ്റൊരു ഓപ്ഷനാണ്. അവർക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായ TV എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷനാണ്. മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് വേറെ ഒരെണ്ണം ഇല്ല. ഇപ്പൊ വേറെ എത്ര സ്ട്രീമിംഗ് ഗ്യാങ് വന്നാലും എത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ അവസാനം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ എത്തിക്കുമല്ലോ, അത് TV എന്ന് പറയുന്ന സാധനമാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാക്കി ഗ്യാങ്സ് വരും പോവും, മനസ്സിലായ? പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം TVS ആരായിരുന്നു ആദ്യത്തെ ടീം? മറ്റേ BSP എന്ന് പറഞ്ഞിട്ട് ഗ്യാങ് ആയിരുന്നു. അവർ പോയി. അത് കഴിഞ്ഞാൽ മറ്റേ ഇറ്റാച്ചിയുടെ ഗ്യാങ് ആയിട്ടാ ELD, അത് പോയി. DCI അത് പോയി. പിന്നെ ഏത് ഗ്യാങ് ആയിട്ടെ പിന്നെ പിന്നെ റൈവലറി ആയിട്ട് ഒരുപാട് ഗ്യാങ്സ് വരുമല്ലോ. പിന്നെ SRR ആയിട്ട് ഒരു വട്ടം ഇതായി, അവർ പോയി. പിന്നെ സിയോണിലാരായിട്ട് സിയോണിൽ ടെക്സാസ് അവന്മാർ പോയി. എൽഫയർ അവന്മാർ പോയി, മനസ്സിലായി? R34 എല്ലാം പോയി, മനസ്സിലായി? പിന്നെ T47 ആയിക്കോട്ടെ, T47 പോയി. പക്ഷെ അന്നും കമ്പാരിസൺ വരുന്ന TVA വേഴ്സസ് ഇന്നൊരു ഗ്യാങ്ങാണ്, മനസ്സിലായി? അവിടെ വേറെ 2 ഗ്യാങ് വരുന്നില്ല. അന്നും ഇപ്പോഴും ഉള്ളത് TVയും KVയും മാത്രമേ ഉള്ളൂ, മനസ്സിലായി? ആ കമ്പാരിസണിൽ നിൽക്കുന്നത് ബാക്കി എല്ലാവരും വരും പോവും. അതാണ് വ്യത്യാസം. MRC അതിനെ കണക്കി പോലും കൂട്ടിയിട്ടില്ല, മനസ്സിലായി? തല്ലുകൊള്ളികളാണ്. ഇപ്പോഴും പറയാം, തല്ലുകൊള്ളികളായിരുന്നു MRC എന്ന് പറഞ്ഞ ഗ്യാങ്. T47 കളിച്ചപ്പോഴും അവിടെ നിന്റെ തല്ലുകൊണ്ടിട്ടുണ്ട്, ഇവിടെ കയറിയപ്പോഴും തല്ലുകൊണ്ടിട്ടുണ്ട്. ഇതിന് PDയുടെ തല്ല് വരെ കൊണ്ടുപോകാൻ പറ്റാതെ അതിനെയൊന്ന് ഈ ലിസ്റ്റിൽ പോലും കൂട്ടരുത്. അത് PP ഇങ്ങക്കിത്
ഇത് കളിക്കുന്ന എനിക്ക് അറിയാതെ മനസ്സിലായി. ഇവിടെ ഇപ്പം പ്രേംജിത്ത് ബ്രോ താങ്ക് യു ഫോർ 300 റുപ്പീസ് ഗൂഗിൾ പേ. താങ്ക് യു ഫോർ സ്റ്റേക്ക് വിത്ത് ആ പൈസ ഒന്നും വേണ്ട, ഞാൻ അതിനൊന്നുമില്ല നിൽക്കുന്നത്. എനിക്ക് കയറിയാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, മനസ്സിലായി. കമ്മിറ്റ്മെന്റ് ആയ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അതാണ് T47 അത്ര നാൾ നിന്ന് ഞാൻ കരിയർ നോക്കേണ്ടി വന്ന് ഇപ്പം ഞാൻ ഇറങ്ങി. ഇത്രയേ ഉള്ളൂ. അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഡിസ്മലായി അവിടെ തീരാന്നേ ഉള്ളൂ കരിയറൊക്കെ. അതാണ് ഇറങ്ങിയത്. അവൻ എന്നോട് സംസാരിക്കുമായിരുന്നു. ഓടാ ശരിയാന്നട്ടോ, സവാരത് സംസാരിച്ചില്ല. എനിക്കൊന്നും ആകെ നീലൻ്റെ അടുത്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സ്നൈപ്പിൻ്റെ അടുത്തൊന്നും മിണ്ടിയിട്ട് പോയി. സ്നൈപ്പിൻ്റെ അടുത്തല്ല, ആരുടെ അടുത്തും മിണ്ടിയിട്ടില്ല. എനിക്കൊന്നും നീലൻ്റെ അടുത്തും വില്ലുമോൻ്റെ അടുത്തും മുച്ചിരിയുടെ അടുത്ത് മാത്രമേ മിണ്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. സ്നൈപ്പിനാണ് വിഷമം മിണ്ടാത്തോണ്ട്. അവ ഏത് കഴിഞ്ഞാന്ന് പോയിട്ട് RCS ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇനിയിപ്പോൾ കയറിയില്ലെങ്കിൽ ഇനി എന്നെ ഒന്നും പറയില്ല. അതോട്ടെ കയറാനാണ് പോണത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവനെ ദാമ് വിളിച്ച് ഞാൻ പോകുന്നത്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വില്ലുവിൻ്റെ അടുത്തും മുച്ചീൻ്റെ അടുത്തും പിന്നെ ആടെ സംസാരിച്ചില്ല എന്ന് തോന്നുന്നു. അവൻ ലൈവ് ഇട്ട് ഞാൻ നോക്കിയാൽ മതി. അവൻ ലൈവ് ഇട്ടിട്ട് അവൻ എന്ത് കപ്പിൾ അർപ്പിയോ എന്താ അർപ്പിയാന്നോ തരിപ്പ് അർപ്പിയോ എന്താന്ന് വെച്ചാൽ അവൻ അങ്ങ് ഒറ്റയ്ക്ക് കളിക്കുകയാണ് ചെയ്യാം. അവൻ ആരോടെ ഇങ്ങനെ കളിക്കുന്നെന്ന് എൻ്റെ കൂടെ പോലും കളിക്കുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അവൻ ലൈവ് ഇട്ടും കയറും. അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് അത്. ലൈവ് എൻ്റെ ആക്കുവാൻ പോവും. അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്തും വലിയ സംസാരമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് പിന്നെ ടൈം എടുത്ത് സെറ്റാന്ന് വിചാരിച്ച്. നീ ഇതൊക്കെ വിട്ട് തേങ്ങാക്കൊലയുടെ അണ്ടി ഞാൻ മന്ദാരത എൻ്റെ കൈ കിട്ടട്ടെ. സ്പീഡ് കയറുന്നത് എനിക്ക് ആരായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. ആരായിട്ട് T47 ഒരു മനുഷ്യരായിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കോണ്ടാക്ട് ഇല്ല. ആകെ മിണ്ടിക്കൊണ്ടിരുന്ന ഫ്ലെക്സറിൻ്റെ കൂടെയാണ് T47 ഇറങ്ങിയിട്ട്. പിന്നെ പെയിൻ്റോടെ അത് പെയിൻ്റോടെ എന്ന് വെച്ചാൽ അവൻ എന്തെങ്കിലും കാര്യത്തിന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് റിപ്പോർട്ട് എടുക്കും. അങ്ങനത്തെ ഇതേ ഉള്ളൂ. ഫ്ലെക്സറിനോടെ പിന്നെ അവൻ പാവമാണ്. ഫ്ലെക്സർ പാവമാണ്, അത് ഞാൻ പറയും. ചങ്ങായി പാവമാണ്. പിന്നെ പിന്നെ മിണ്ടുന്ന ഇവൻ്റെ അടുത്ത് ജാങ്കോ എടുത്തത് ഇവിടെ കയറുന്ന ടൈമിലാണ്. ഇപ്പൊ പിന്നെ എല്ലാം തീർന്ന്. എനിക്ക് C30 കയറാം. C30 പറയും. ഓ ദാമുവിന് ഓസൈറ്റ് നിൽക്കുക. ദാമുവിന് ഓസൈറ്റ് ഒന്നുമില്ല. ഇപ്പം മിക്കവാറും കോഹ്ലിഡറാവും. എനിക്ക് എങ്ങനെയാന്ന് തോന്നുന്നു. എക്സറ പിന്നെ C30 കയറിയടാ. അവന് ഇവരോടെ അത് വേറെ കുറച്ച് സീനുണ്ട്. അവൻ ലൈവ് വല്ലിടുമ്പോൾ പറയും. അവൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എക്സറ എവിടെയെങ്കിലും കയറി ചങ്ങായി പാവുന്ന അവന് എന്താണ് TV ഇഷ്ടമാണ് ചങ്ങായിക്ക്. TV മോഡൊക്കെ ആയിരുന്നു. അവൻ എന്തേലൊക്കെ ചെയ്യട്ടെ. ഒസാക എന്താ ഇറങ്ങാനേടാ എനിക്കറിയത്തില്ല. ഞാൻ ഒരായിട്ടൊന്നും ഒരു കമ്പനിയില്ല. മനസ്സിലായി. ആരായിട്ടും ഒരു കമ്പനിയില്ല. ജസ്റ്റ് ഇത് ഒസാക്കേറ്റിന് അവിടെ കളിച്ചാൽ പോലും അധികം സംസാരിച്ചിട്ട് പോലും ഇല്ല. അവനൊക്കെ ഒസാക്കിയും പസിമൊക്കെ ലാസ്റ്റാണ് കയറുന്നത് ഇന്നാക്റ്റീവ് ആയിരുന്ന ടൈമിൽ. ഇപ്പം അവരായിട്ട് വലിയ കമ്മിറ്റ്മെൻറ്റോ കമ്പനി അങ്ങനെയൊന്നുമില്ല. PR ഫാൻ ബോയ് ആണ്. എടാ അവൻ പാവാണ്. VCയിൽ ആരുമില്ലല്ലോ. എന്താ ബ്രോ ആണോ? ഓ അതാണ് അവിടെ പോയിരിക്കുന്നത്. ഹലോ ചങ്ങായി സൗത്ത് ആഫ്രിക്ക അത് ഹലോ കളിച്ചാകുമ്പോ PL ഉണ്ട്. അതാണ്. യെസ് പറയൂ. മുട്ടേ ലൈവാണേ. ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുക. അസാക്ക SNG ചേട്ടാ എനിക്ക് ചങ്ങായിന്റെ അറിയുന്ന അറിയത്തില്ല. അവൻ എന്താ ഇറങ്ങാത്തേന്ന് എനിക്കറിയത്തില്ല. എന്നാ ഡസ്ട്രോ അസൻസിയോ നിന്റെ റോൾ എന്താ റിമൂവ് ആക്കാത്ത? അതാണ് വാസുണ്ണ ആക്കുമായിരിക്കും ഇവിടെ, എനിക്കറിയത്തില്ല. അടുത്ത് ചങ്ങായിൻ്റെ അശ്വൽ ബ്രോനെ പർച്ചേസ് ആക്കി നാളെ പോവും. അശ്വൽ ബ്രോ ചങ്ങായിക്ക് ഇവ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ വേട അശ്വൽ ബ്രോയ്ക്കാന്ന്. മനസ്സിലായ? അശ്വൽ ബ്രോ കുറേ സഹായിച്ചാണ്. മിക്ക ആൾക്കാരെ സഹായിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാന്ന്, എൻ്റെ ചങ്കാന്ന് വെച്ചിട്ടാണ് ഇവനെ സഹായിച്ചത്. മനസ്സിലായ? MRC ടെക്സാസ് ആയി. ഇനിയിപ്പോൾ RC ആണ് എറ്റിക്സ് ആയിക്കോളൂ. എന്ത് രണ്ടി ആവട്ടെ. അശ്വൽ ബ്രോ മറ്റേ കിക്കിൻ്റെ വെരിഫൈ ആവാനാണെങ്കിലും പാർട്ണർ പ്രോഗ്രാം പിന്നെയുള്ള അശ്വൽ ബ്രോ ഒരുപാട് സഹായിച്ചതാണ്. ചങ്ങായിക്ക് ഇത് ഭയങ്കര ബാഡായി. ഇത് പറയാണ്ടിറങ്ങിയ പിന്നെ എന്താന്ന് ഗ്രൂപ്പിലൊക്കെ അശ്വൽ ബ്രോ കുറേ പറഞ്ഞാന്ന് വീട് പണിയാന്ന്
മറ്റേത് മറിച്ച് അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഊക്കലാണ് തന്നെ. അപ്പൊ എനിക്ക് ഏറ്റവും ഊക്കൽ സഹിക്കാൻ പോയി. അപ്പൊ ഇനി യശ്വറോടെ കാര്യം പറയണ്ടല്ലേ. ദാമു ബിബി അറച്ചി കയറി ഏത് കാലിൻ്റെ ഇടയിലാണ് കയറട്ടെ. എനിക്ക് എന്ത് കെറ്റെടുത്തത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് കയറുവാന്ന്. കുറെ നേരമായി RC7 RC7. ഷെയ്ക്ക കാരികയിലൊക്കെ വന്നിട്ട് അനൗൺസ്മെന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ആരൊക്കെ കയറുന്നു. കുറെ പേര് കയറുന്നുണ്ട്. അവിടെ ഞാൻ കയറി പറ്റി ഒരുമിച്ച് കയറത്തുള്ളൂ. മനസ്സിലായി കയറാൻ ഒരുമിച്ചായിരിക്കും. ഇന്ന് റിക്രൂട്ട്മെന്റ് ഉണ്ട് അറിയത്തില്ല. അത് അണ്ണന്റെ ലൈവിൽ വരുമ്പോ പറയാം. അണ്ണ ഇപ്പൊ 9 മണിക്ക് ലൈവ് വരില്ല.